രാവിലെ 4:30 തന്നെ ഞാൻ എണീക്കുക. കാരണം മൂത്ത മോന് 6 മണിയൊക്കെ ആകുമ്പോൾ 6:30 ആകുമ്പോഴത്തേനും ഇറങ്ങണം. അപ്പോൾ അവന് 6 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം. അപ്പോൾ രാവിലെ ഞാൻ അവർക്ക് വേണ്ട ചോറ് വെച്ച് പിന്നെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചിലപ്പോൾ ഇഞ്ചി ഇടും അല്ലെങ്കിൽ ജീരകം ഇട്ട് വെക്കും. അതാകുമ്പോൾ അവർക്ക് കുടിക്കാനും പിന്നെ ഇവിടെയൊക്കെ മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളപ്പിച്ചതാണ് കൊടുത്തു വിടുന്നത്. അപ്പം കുപ്പിയിലേക്ക് ഒഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും തണുക്കും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ അവർക്ക് കൊടുത്തു വിടുന്നത് മത്തങ്ങ മെഴുക്കുവരട്ടിയാണ്. മത്തങ്ങയിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുവേ. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്കയും കൂടെ അരിഞ്ഞു വെച്ചു. കാരണം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനെപ്പോഴും മത്തങ്ങ മെഴുക്കുവരട്ടി വയ്ക്കുന്നത് തേങ്ങയൊന്നും ഇടത്തില്ല. ചെറിയുള്ളിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇടും. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഉണക്കമുളക് ചതച്ചതും കൂടെ ഇടും. അതിനുശേഷം മത്തങ്ങയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാകത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ മൂത്തയാൾക്ക് ഇതുപോലെ റാഗിയൊക്കെ കുറുക്കി കൊടുക്കുകയാണെങ്കിൽ അവന് ഇഷ്ടമാണ്. കാരണം അവൻ രാവിലെ പോയാൽ പിന്നെ ഉച്ചയ്ക്ക് 1 മണി 12:30 1 മണിയൊക്കെ ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. അതുവരെ വിശക്കാതെ ഇരിക്കും, വയറിൽ ഗ്യാസൊന്നും കയറത്തുമില്ല. അപ്പം നമ്മൾ റാഗി ഒന്ന് തലേദിവസം ആവശ്യത്തിനുള്ള വെള്ളത്തിലിടുക. എന്നിട്ട് രാവിലെ അത് അരിച്ചെടുത്തിട്ട് കുറുക്കി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പാലൊഴിച്ച് നന്നായിട്ട് കുറുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവരെ പോയി വിളിച്ചാലേ അവർ എണീക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി റെഡിയായി. ഞാൻ കുറച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഈ റാഗിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇടിയപ്പവും ഇന്നലെ ബീഫ് വെച്ചിട്ടുണ്ട്, അത് സ്റ്റൂ ആക്കി എടുത്ത് വെച്ചു. പിന്നെ രണ്ടുപേരുടെയും ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചു. അപ്പോഴത്തേനും വെള്ളം നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് എടുത്ത് വെച്ചു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.